ഹലോ ഗായ്സ്, നമ്മൾ ഇന്നെത്തിയിരിക്കുന്നത് സെവൻ ഓഷ്യൻസിലാണ്. ഇതാണ് അതിൻ്റെ എൻട്രൻസ് ഒക്കെ. അവിടെയാണ് ടിക്കറ്റൊക്കെ എടുക്കുന്നത്. നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു. ഒരാൾക്ക് 699 ആണ് വരുന്നത്. പിന്നെ ഇതാണ് അതിൻ്റെ എൻട്രൻസിൽ നമ്മൾ കാണുന്ന കാഴ്ചകളൊക്കെ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് റൈഡിലൊക്കെ കയറാൻ വന്നു. ആദ്യം നമ്മൾ ഇവിടെയാണ് വന്നത്. ഈ പൂളിൻ്റെ റൈഡിലായിരുന്നു വന്നത്. ഇവിടെ അത്യാവശ്യം നമ്മുടെ കൂടെ വന്ന എല്ലാവരും കയറിയിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു സംഭവമൊക്കെ. അടിപൊളി മീൻസ് അധികം പേടിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമല്ലായിരുന്നു ഇത്. അപ്പം നമ്മൾ അത് കഴിഞ്ഞിട്ട് ഈ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഡാൻസ് വേവ്സിലൊക്കെയാണ്. അവിടെ അരമണിക്കൂറുള്ളൂ, 12:30 തൊട്ട് 1 മണി വരെയും. പിന്നെ വൈകിട്ട് അരമണിക്കൂർ, 4 തൊട്ട് 5 മണി വരെ, അങ്ങനെയാണ് ടൈമുള്ളത്. അപ്പോൾ അങ്ങോട്ടാണ് ഈ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നതൊക്കെ അവിടുത്തെ കാഴ്ചകളാണ്. നമ്മൾ ഇവിടെയൊക്കെ ലാസ്റ്റാണ് വന്നത്. കാരണം ആ ഡാൻസ് വേവ്സ് അരമണിക്കൂറല്ലേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടാണ് ആദ്യം പോയത്. ഇതൊക്കെ നല്ല അടിപൊളി വ്യൂ ആണ്. നമ്മളിങ്ങനെ നടന്നു പോകുമ്പം കാട്, മല, പുഴ എന്ന് ഡോറ പറയുന്ന പോലെ ഗുഹ, പാലം, ഡാൻസ് വേവ്സ് അങ്ങനെ പറയേണ്ട അവസ്ഥയായിരുന്നു. നല്ല നടന്നു കാണാനെങ്കിൽ ശരിക്കും ഉണ്ട്. ഇതാണ് ഡാൻസ് വേവ്സിൻ്റെ സ്റ്റാർട്ടിങ്. നല്ല രസമാണ്. ഇതിപ്പോൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് പിന്നെ ഫുള്ള് വൈബായിരുന്നു. എല്ലാവരും നന്നായിട്ട് ഡാൻസൊക്കെ ചെയ്ത് അടിപൊളി. ഇതായിരുന്നു നമ്മുടെ ഫുൾ ഗ്യാങ്. നമ്മൾ ഇത്രയും പേരോട്ടാണ് പൊക്കൊണ്ട് പോയത്. അടിപൊളിയായിരുന്നു. ഫുള്ള് നമ്മൾ എൻജോയ് ചെയ്ത്. പിന്നെ ആകെയുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദി, ഗുജറാത്തി സോങ്സ് ഒക്കെയാണ് ഇട്ടുകൊണ്ടിരുന്നത്. ഗുജറാത്തി സോങ്സ് ഇടുമ്പോൾ നമുക്കധികം മനസ്സിലായില്ലെങ്കിലും അതിൻ്റെ ഒരു ടോണും വൈബൊക്കെ വെച്ച് നമ്മളങ്ങ് ഡാൻസ് കളിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ നിധി ഇറക്കി. നിധി ഫുൾ എൻജോയ്മെൻ്റ് ആയിരുന്നു. നിധിക്കാണെങ്കിൽ വെള്ളം എന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യം. നിധിക്ക് നല്ല, പിള്ളേർക്കെല്ലാം അങ്ങനെയാണല്ലോ. പിന്നെ നിധിക്ക് ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഇരുന്നുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ നമ്മുടെ കൂടെ ഇരുന്നു. നിധി നമ്മളങ്ങ് അധികം അകത്തോട്ട് കൊണ്ടുപോയില്ല, ജസ്റ്റ് പുറമേ മാത്രം നിർത്തിയുള്ളൂ. അവളെ നമ്മളെല്ലാവരും മാറി മാറി നോക്കിക്കൊണ്ട് എല്ലാവർക്കും അവിടെ എൻജോയ് ചെയ്യാൻ പറ്റി. ഇതാണ് ഡാൻസ് വേവ്സിൻ്റെ എല്ലാവരും കൂടെ നിന്ന്, നമ്മൾ പുറമേ ഉള്ളവർ എല്ലാവരും ഉണ്ട്. അപ്പം നമുക്ക് അത് എന്താ പറയുന്നത്, ഭയങ്കര ഹാപ്പിനെസ് കിടങ്ങുന്ന ഒരു കാര്യമായിരുന്നു. കാരണം എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ നിധിയുടെ ഹാപ്പിനെസ് കണ്ടപ്പം ഭയങ്കര സന്തോഷം തോന്നി. കാരണം അവൾ വേറൊരു ലോകത്ത് തന്നെയായിരുന്നു. പിള്ളേർക്കിടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ എൻജോയ്മെൻറ്റ് നല്ലതാണല്ലോ. പിന്നെ നമ്മൾ അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു. കുറച്ച് കറക്റ്റ് ആ ഡാൻസ് വേവ്സിൻ്റെ പ്രോഗ്രാം തീരുന്ന വരെ അവിടെ നിന്നു. അരമണിക്കൂർ കറക്റ്റ് ഉണ്ടായിരുന്നു. അരമണിക്കൂർ ഫുള്ള് നമ്മൾ അവിടെ നിന്നു. എല്ലാവരും മാറി മാറി ഉള്ളിലേക്ക് പോവുകയും എടുക്കുകയൊക്കെ ചെയ്തു. അടിപൊളിയായിരുന്നു. നമ്മൾ അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ചായിരുന്നു. ഈ ഡാൻസ് വേവ്സിൻ്റെ കഴിഞ്ഞിട്ട്. പക്ഷേ ഫുഡ് കഴിക്കുന്നതിൻ്റെ വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. കാരണം അന്നേരം വിശപ്പിൻ്റെ വിളി വന്ന് അങ്ങ് പോവുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ടായിരുന്നു പിന്നെ നമ്മൾ ബാക്കി റൈഡ്സിലൊക്കെ പോയത്. ഈ ഡാൻസ് വേവ്സിൻ്റെ വീഡിയോസ് ഒത്തിരി ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത് തന്നെ പ്ലേ ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ വെള്ളത്തിൽ നിന്ന് നിധിയെ തിരിച്ച് കരയെ കയറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവൾ വരുന്നേ ഉണ്ടായിരുന്നില്ല. അവൾ ഭയങ്കര സന്തോഷമായതുകൊണ്ട് അവൾ വെള്ളത്തിൽ നിന്ന് കയറുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇതാണ് നമ്മളുടെ ടീം. മീര ചേച്ചി, നിഹാരിക, നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. എല്ലാവരും എൻജോയ് ചെയ്ത്. നിധിക്കാണെങ്കിൽ നിഹാരിക ഉള്ളതുകൊണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ കുറച്ച് നേരം നമ്മൾ അവിടെ ഡാൻസൊക്കെ ചെയ്തിട്ട് നിധിയെ കൊണ്ടുവന്ന് കരയിലൊക്കെ ഇരുത്തി. നിധിയെ ഒന്ന് നല്ലപോലെയൊക്കെ ഇരുത്തി അവരാരെങ്കിലും തിരിച്ച് വരുമ്പോൾ ഏൽപ്പിച്ചിട്ട് ഞാനും അങ്ങോട്ട് പോയി. എല്ലാവരും കൂടെ പിന്നെയും കുറച്ച് നേരമൊക്കെ ഡാൻസ് ചെയ്തു. നിധി അന്നേരം അവിടെ സേഫായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. മീൻസ് നമ്മുടെ കൂടെ വന്ന് മീര ചേച്ചിയെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയത്. അതുകൊണ്ട് നമ്മളെല്ലാവരും അങ്ങനെ മാറി മാറിയാണ് ഇരുന്നത്. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് പിള്ളേർക്ക് പറ്റിയ എന്താ പറയുന്നത് റൈഡൊക്കെയാണ്. പിള്ളേർക്ക് നല്ല, നമുക്കും വലിയവർക്കും കയറാം. കാരണം ഇത് വലിയ പേടിക്കേണ്ട സാധനങ്ങളൊന്നും അല്ല. പിന്നെ നമ്മൾ ഇതിലേ കൂടെ, ഇതൊരു ഗുഹ പോലെ, ഇത് ചുറ്റും ഇങ്ങനെ വെള്ളമാണ് ഇതിനകത്ത്. അപ്പം ഇതിനകത്തൂടെ നമുക്ക് നടന്നു പോവാം. അല്ലെങ്കിൽ മറ്റേ ആ വെള്ളത്തിൽ കൂടെ പോകുന്ന സാധനങ്ങളൊക്കെ കണ്ടില്ല, അതിൻ്റെ പേരൊന്നും എനിക്കറിയാം. അതിനകത്തൂടെയൊക്കെ ആണെങ്കിൽ പോവാം. അങ്ങനെ അത് നമ്മുടെ ഓപ്ഷനാണ്. നമ്മൾ എല്ലാവരും നടന്നാണ് പൊയ്ക്കൊണ്ടിരുന്നത്. പിന്നെ കുഞ്ഞുങ്ങളെ രണ്ടുപേരും, അതായത് നിഹാരികയും നിധിയെയും നമ്മൾ ആ സാധനത്തിലിരുത്തി. ബാക്കി നമ്മളെല്ലാം നടന്നു നീന്തിയൊക്കെ പോയേ. എനിക്ക് നീന്താൻ നിർത്തില്ല. നമ്മൾ ചുമ്മാതെ ഷോ കാണിച്ചാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അവർക്കൊക്കെ നന്നായിട്ട് നീന്താൻ അറിയായിരുന്നു. അവരൊക്കെ നല്ല സൂപ്പറായിട്ടൊക്കെ നീന്തി വരുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ഒന്ന് ജസ്റ്റ് നീന്തുന്ന പോലെയായിട്ട് കാണിച്ചതേ ഉള്ളൂ. അവിടുന്ന് പിന്നെ നമ്മൾ അടുത്ത പൂളിലേക്കാണ് പോയത്. അടുത്ത പൂളിൽ ഈ റൈഡാണ്. പക്ഷേ ഈ റൈഡിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ എടുത്തില്ല. ഇത് നല്ല വലിയ റൈഡാണ്. അതിൽ 2 പേര് വീതമുള്ള ടീമായിട്ടാണ് നമുക്ക് കയറാൻ പറ്റുന്നത്. നമ്മളെല്ലാം കയറി. പക്ഷെ ഞാനും ചേട്ടനും വന്നതിനകത്ത് ഞങ്ങൾ തിരിഞ്ഞു പോയി. അവിടെ എത്തിയപ്പോൾ അവർ ഇങ്ങനെ ഹോളിട്ട് കയറ്റി വിട്ടപ്പോൾ നമ്മൾ തിരിഞ്ഞു പോയി. പിന്നെ ഇവിടെ നമ്മൾ അടുത്ത പൂളിലേക്ക് പോയി. അടുത്ത പൂളിലുണ്ടായിരുന്നതാണ് ഈ റൈഡ്. ഇതിനകത്ത് കയറാൻ നമ്മൾ ശരിക്കും ക്യൂ നിന്ന് 1/4 മണിക്കൂർ കൂടുതൽ ക്യൂവിൽ നിന്നിട്ടാണ് കയറിയത്. ഇത് 4 പേരടങ്ങുന്ന ടീമായിട്ടാണ് കയറാൻ പറ്റുള്ളൂ. പക്ഷേ സംഭവം അടിപൊളിയായിരുന്നു. ഈ ക്യൂ നിന്നെങ്കിലും അത് ഓർത്തായിരുന്നു. പിന്നെ നമ്മൾ ബാക്കി എടുത്ത ഫോട്ടോസൊക്കെയാണ് ഇതൊക്കെ.
സത്യം പറഞ്ഞാൽ ഈ സമ്മർ ടൈമിൽ ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണിത്. ഇത് വരുന്നത് ഗുജറാത്തിൽ നിന്ന് രാജ്കോട്ട് പോകുന്ന ഹൈവേയിലാണ്. നമ്മൾ നിൽക്കുന്ന സിക്കയാണ്. സിക്കയിൽ നിന്ന് കറക്റ്റ് 70 കിലോമീറ്റേഴ്സാണ് ഉണ്ടായിരുന്നത്. നമ്മൾ സത്യം പറഞ്ഞാൽ ഇങ്ങോട്ട് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്ത് പോയതല്ല. ഏതെങ്കിലും ഒരു വാട്ടർ പാർക്കിൽ പോകണമെന്ന് പറഞ്ഞാൽ പോയത്. ഇവിടെ നിന്ന് നമ്മൾ കുറേ വാട്ടർ പാർക്ക് കോൺടാക്ട് ചെയ്തായിരുന്നു ജാംനഗറിലുള്ളത്. അപ്പോൾ അവിടെ എല്ലാം വിളിച്ചപ്പം ഫുൾ അടവായിരുന്നു. പിന്നെ നമ്മളിവിടെ എത്തിപ്പെട്ടു. അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ. ബൈ ബൈ.